പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടം വീണ്ടും കലുഷിതമായിരിക്കുകയാണ്. ദശകങ്ങളായി നിലനിൽക്കുന്ന ഇറാൻ അമേരിക്ക ശത്രുത അതിന്റെ ഏറ്റവും പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇറാന്റെ എണ്ണ വ്യാപാര ശൃംഖലയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ ഉപരോധങ്ങളും പേർഷ്യൻ ഉൾക്കടലിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ സാന്നിധ്യവും ഒരു വലിയ സൈനിക ഏറ്റുമുട്ടലിന്റെ വക്കിലേക്കാണ് ലോകത്തെ എത്തിച്ചിരിക്കുന്നത്. ഈ പ്രതിസന്ധിയുടെ വിവിധ വശങ്ങളെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിൽ സ്വീകരിക്കുന്ന നിലപാടുകളെയും നമുക്ക് വിശദമായി നോക്കാം. ഇറാന്റെ സാമ്പത്തിക അടിത്തറയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന വിലക്കുകൾ ലംഘിച്ച് ഇറാനിൽ നിന്നും അനധികൃതമായി എണ്ണ കടത്തുന്ന 9 കപ്പലുകൾക്കും 8 കമ്പനികൾക്കുമാണ് US ട്രഷറി വിഭാഗം ഉപരോധം ഏർപ്പെടുത്തിയത്. ഈ നടപടിയുടെ ഏറ്റവും ശ്രദ്ധേയമായ വശം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പനികളുടെ രാജ്യാന്തര ബന്ധമാണ്. ഇന്ത്യ, ഒമാൻ, UAE എന്നിവിടങ്ങളിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ഇതിൽ ഭൂരിഭാഗവും. ഈ കമ്പനികൾ ഇറാന്റെ എണ്ണ രഹസ്യമായി വിദേശ വിപണികളിൽ എത്തിക്കുകയും അതുവഴി കോടിക്കണക്കിന് ഡോളർ ഇറാൻ ഭരണകൂടത്തിന് സമ്പാദിച്ചു നൽകുകയും ചെയ്യുന്നുവെന്നാണ് അമേരിക്കയുടെ കണ്ടെത്തൽ. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ പ്രസ്താവിച്ചത് പ്രകാരം ഇത്തരത്തിൽ ലഭിക്കുന്ന പണം ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനാണ് ഉപയോഗിക്കുന്നത്. സാമ്പത്തിക ഉപരോധങ്ങൾക്ക് പുറമെ സൈനികമായ സമ്മർദ്ദവും അമേരിക്ക ശക്തമാക്കിയിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ വിമാനവാഹിനി കപ്പലുകളിലൊന്നായ USS എബ്രഹാം ലിങ്കൺ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ സഞ്ചരിച്ച് പേർഷ്യൻ ഉൾക്കടലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ആധുനിക സജ്ജീകരണങ്ങളുടെ നിരവധി യുദ്ധക്കപ്പലുകളും അമേരിക്ക മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. മലാക്ക കടലിടുക്ക് കടന്നുള്ള ഈ സൈനിക നീക്കം ഇറാന് നൽകുന്ന കൃത്യമായ മുന്നറിയിപ്പാണ്. നേരത്തെ തന്നെ 2 യുദ്ധക്കപ്പലുകൾ പേർഷ്യൻ ഉൾക്കടലിൽ അമേരിക്ക വിന്യസിച്ചിരുന്നു. ഈ സൈനിക നീക്കം വെറും ഒരു പ്രദർശനമല്ലെന്നും ഇറാന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ ഉടനടി സൈനിക ഇടപെടൽ ഉണ്ടാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രക്ഷോഭകാരികളെ ഭരണകൂടം നേരിടുന്ന രീതിയെ ട്രംപ് കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. തങ്ങൾക്കെതിരെ നടക്കുന്ന ഏതൊരു നീക്കത്തെയും ഒരു സമ്പൂർണ്ണ യുദ്ധമായി കണക്കാക്കി തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. മുംബൈയിലെ ഇറാൻ കോൺസുൽ ജനറൽ സയ്യിദ് റസ മൊസായേബ് മൊത്ലാഖിന്റെ വാക്കുകൾ ഇറാന്റെ ആത്മവിശ്വാസം പ്രതിഫലിപ്പിക്കുന്നുണ്ട്. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ സുരക്ഷിതനാണെന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ അദ്ദേഹം ബങ്കറിൽ ഒളിച്ചിരിക്കുകയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദേശ ശക്തികളുടെ ഒരു സമ്മർദ്ദ തന്ത്രത്തെയും ഭയപ്പെടുന്നില്ലെന്നും ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ രാജ്യങ്ങൾ ഇടപെടുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. ഇറാനിൽ ഡിസംബർ 28-ന് ആരംഭിച്ച ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ ഇതുവരെ 3217 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. പ്രക്ഷോഭകാരികളെ ക്രൂരമായി അടിച്ചമർത്തുന്നുവെന്ന ആക്ഷേപം അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാണ്. എന്നാൽ ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ അമേരിക്കയുടെ ഗൂഢാലോചനയാണെന്നും സമാധാനപരമായ പ്രതിഷേധങ്ങൾക്കിടയിലേക്ക് തീവ്രവാദികൾ നുഴഞ്ഞുകയറി ആക്രമണം അഴിച്ചുവിടുകയാണെന്നുമാണ് ഇറാന്റെ ആരോപണം. UN മനുഷ്യാവകാശ കൗൺസിലിൽ ഇറാനെതിരെ കൊണ്ടുവന്ന പ്രമേയം അന്താരാഷ്ട്ര തലത്തിലെ വലിയൊരു ചേരിതിരിവിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെ അപലപിച്ചുകൊണ്ടുള്ള പ്രമേയത്തെ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു തന്ത്രപ്രധാനമായ പങ്കാളിയാണ്. ചബഹാർ തുറമുഖം പോലുള്ള വലിയ പദ്ധതികളിൽ ഇന്ത്യക്ക് നിക്ഷേപമുണ്ട്. കൂടാതെ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റൊരു രാജ്യം ഇടപെടുന്നത് ശരിയല്ലെന്ന നയമാണ് ഇന്ത്യ പൊതുവെ സ്വീകരിക്കാറുള്ളത്. ഇന്ത്യയുടെ ഈ പിന്തുണയ്ക്ക് ഇറാൻ നന്ദി അറിയിക്കുകയും ചെയ്തു. എങ്കിലും 25 രാജ്യങ്ങൾ അനുകൂലിച്ചതോടെ പ്രമേയം പാസായി. സംഘർഷ സാധ്യത വർദ്ധിച്ചതോടെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള വിമാന സർവീസുകളെ അത് ബാധിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. എയർ ഫ്രാൻസ്, ലുഫ്താൻസ തുടങ്ങിയ പ്രമുഖ എയർലൈനുകൾ ടെഹ്റാൻ, ദുബായ് തുടങ്ങിയ നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുകയാണ്. ഇത് ആഗോള വിനോദസഞ്ചാര മേഖലയെയും ബിസിനസ് യാത്രകളെയും പ്രതികൂലമായി ബാധിക്കും. ഇതോടൊപ്പം എണ്ണക്കപ്പലുകൾക്ക് മേലുള്ള ഉപരോധം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിക്കാൻ കാരണമായേക്കാം. ഇത് ഇന്ത്യയെ പോലുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിക്കും. ഇറാൻ അമേരിക്ക തർക്കം വെറുമൊരു പ്രാദേശിക പ്രശ്നമല്ല, അത് ആഗോള സുരക്ഷയെയും സാമ്പത്തിക സ്ഥിതിയെയും ബാധിക്കുന്ന ഒന്നാണ്. സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധങ്ങളിൽ ഒന്നിലേക്ക് നയിച്ചേക്കാം. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങളും അന്താരാഷ്ട്ര ബന്ധങ്ങളും സംരക്ഷിക്കുക എന്നത് വരും ദിവസങ്ങളിൽ വലിയൊരു വെല്ലുവിളിയായി മാറും.